ഹായ്, എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ ഫോർമേഷൻസ് ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിലെ 5ാമത്തെ ബ്ലോക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 2ാമത്തെ യൂണിറ്റാണ് USSR ആൻഡ് ചൈന. USSRും ചൈനയും എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. USSR, ചൈന, യുണൈറ്റഡ് റഷ്യ, ചൈന എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ, ഈ ഒരു ചാപ്റ്റർ എന്തിനെ ഡീൽ ചെയ്യുന്നതായിരിക്കും? 2 പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെക്കുറിച്ച് ഡീൽ ചെയ്യാനാണ് ഈ ചാപ്റ്റർ ഉള്ളത്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ എന്തായിരുന്നു USSRൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, 1917 1917 റഷ്യയിൽ വിപ്ലവം നടക്കുകയാണ്. സാർ ഭരണകൂടത്തിൻ്റെ അഴിമതി നിറഞ്ഞ ഭരണകൂടത്തിനെ അട്ടിമറിച്ചുകൊണ്ട് ലെനിൻ്റെ നേതൃത്വത്തിൽ യുദ്ധങ്ങൾ നടക്കുകയും ബോൾഷെവിക് റെവല്യൂഷൻ നടക്കുകയും ചെയ്തുകൊണ്ട് പുതിയൊരു ഭരണകൂടം അധികാരത്തിലേക്ക് വരികയാണ്. ലെനിൻ്റെ നേതൃത്വത്തിൽ ലെനിനെ പ്രസിഡന്റ് ആക്കിക്കൊണ്ടൊരു ഭരണകൂടം വരികയാണ്. ക്യാപിറ്റലിസത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട്, ക്യാപിറ്റലിസത്തിനെ പൂർണ്ണമായും ചോദ്യം ചെയ്തുകൊണ്ട്, ഇല്ലാതാക്കിക്കൊണ്ട്, അഴിമതി ഭരണകൂടം ഇല്ലാതാക്കിക്കൊണ്ടെല്ലാം അധികാരത്തിലേക്ക് വന്ന ഒരു സോഷ്യലിസ്റ്റ് നയമായിരുന്നു USSR എന്ന് പറയുന്നത്. 20ാം നൂറ്റാണ്ടിൽ ലോകത്ത് നടന്നതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വിജയകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അറിയപ്പെടുന്ന, പ്രതീക്ഷ നൽകിയ, എല്ലാത്തിനും ഉപരി എല്ലാവർക്കും പ്രതീക്ഷ നൽകിയ ഒരു യുദ്ധമായിരുന്നു റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. സമത്വം, ഈക്വാലിറ്റി എന്നൊരു ആശയം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു യുദ്ധം നടന്നിട്ടുള്ളതും അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം ഇല്ലാതാക്കുക എന്നതായിരുന്നു പ്രധാനമായിട്ടും കണ്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരാള് തൊഴിലിനായിട്ട് മറ്റൊരാളുടെ കീഴിൽ നിൽക്കേണ്ട അവസ്ഥ വരരുത്. അതായിരുന്നു റഷ്യൻ റവല്യൂഷനിലൂടെ പ്രധാനമായിട്ട് ലെനിൻ മുന്നോട്ട് വെച്ചത്. നോ വൺ ഷുഡ് ലീവ് ഓഫ് ദ ലേബർ ഓഫ് അനദർ, മറ്റൊരാളുടെ കൂലിപ്പണിക്കാരനായിട്ട് ഒരു മനുഷ്യൻ ജീവിച്ചു പോകരുത് എന്നതായിരുന്നു. ഇനി റഷ്യൻ വിപ്ലവത്തിന് ശേഷം ബോൾഷെവിക് പാർട്ടി അധികാരത്തിലേക്ക് വരികയും ബോൾഷെവിക്സിന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു. അതിൽ 3 പ്രധാനപ്പെട്ട പദ്ധതികളെ കുറിച്ച് നമുക്ക് പറയാം. ഒന്നാമത്തത് പ്രൊക്ലമേഷൻ ഓഫ് ഡിക്രീസ് ഓൺ പീസ് ആൻഡ് ലാൻഡ്, മനുഷ്യന് സമാധാനത്തോടുകൂടി ഭൂമിക്ക് മേലുള്ള അവകാശം ലഭിക്കുകയാണ്. രണ്ടാമത് നാഷണലൈസേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ബാങ്ക്സ്, വ്യവസായങ്ങളുടെ ഭാഗമായിട്ട് ബാങ്കുകളും എല്ലാതും സ്വകാര്യ വ്യക്തികളിൽ നിന്ന് മാറി സ്വകാര്യവൽക്കരിക്കാതെ അതിനെയൊക്കെ ദേശീയവൽക്കരിക്കുക, നാഷണലിസം എല്ലാം ഗവൺമെന്റിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നു. മൂന്നാമത്തെ ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ ഓഫ് റഷ്യ, റഷ്യയിലെ ജനങ്ങൾക്ക് പ്രത്യേക റൈറ്റ്സ്, അവകാശങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഇതാണ് റഷ്യയിലെ എല്ലാ ജനങ്ങൾക്കും തുല്യത, സാഹോദര്യം, സ്വയം പര്യാപ്തത അല്ലെങ്കിൽ സെൽഫ് ഡിറ്റർമിനേഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ബോൾഷെവിക്സ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ 1917 കാലഘട്ടത്തിൽ റഷ്യൻ റവല്യൂഷന് ശേഷം റഷ്യനെ അറിയപ്പെട്ടത് റഷ്യൻ സോവിയറ്റ് ഫെഡറേറ്റീവ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, RSFSR എന്നാണ്. റഷ്യൻ സോവിയറ്റ് ഫെഡറേറ്റീവ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ് അറിയപ്പെട്ടത്. 1917 റഷ്യ അധികാരത്തിലേക്ക് കയറുമ്പോൾ സോഷ്യലിസം അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന് ലെനിൻ ഫോളോ ചെയ്തത് ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയാണ്. മാർക്സിസത്തിനെയാണ് ലെനിൻ ഫോളോ ചെയ്തത്. മാർക്സിന്റെ ഐഡിയോളജീനെ പ്രാവർത്തികമാക്കി കൊണ്ടുവന്നൊരു വ്യക്തിയാണ് ലെനിൻ. ഐഡിയാസിനെ ഒരു സമൂഹത്തിൽ അപ്ലൈ ചെയ്തൊരു വ്യക്തിയാണ് ലെനിൻ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്സിനെ പിന്തുടരുന്ന മാർക്സിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയാണ് ലെനിൻ ഫോളോ ചെയ്തത്. ആ രീതിയിലാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ലെനിന് വളരെ പ്രതീക്ഷയായിരുന്നു ഈ ഒരു ഗവൺമെന്റ് അധികാരത്തിലേക്ക് കയറുമ്പോൾ യൂറോപ്പിന്റെ, വെസ്റ്റേൺ യൂറോപ്പ്, പശ്ചിമ യൂറോപ്പ് ഇവരുടെ കൂടെ നിൽക്കുമെന്നും അവിടെ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്നും റഷ്യയെ മുൻനിർത്തിക്കൊണ്ടൊരു മാറ്റം ഉണ്ടാകുമെന്നും ലെനിൻ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിരുന്നു. ഈ ഒരു വിപ്ലവം മറ്റ് സ്ഥലങ്ങളിലേക്ക് ഊർജം പകരുന്നൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യയിൽ നടന്നിട്ടുള്ള ഈ മാറ്റങ്ങളെ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ക്യാപിറ്റലിസം പിന്തുടരുന്ന ആളുകൾ, ഗവൺമെന്റ് ഒക്കെ
വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ഇതൊരു പേടിയായിരുന്നു. റഷ്യ എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് രാജ്യം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി വളരുന്നത് യൂറോപ്യൻ ക്യാപിറ്റലിസത്തിന് ഒരു വലിയ പേടിയായിരുന്നു. അപ്പോൾ അവർ ഇതൊരു അവസരമാക്കുകയാണ് ചെയ്യുന്നത്. അതായത് റഷ്യനിൽ നടക്കുന്ന നീക്കങ്ങളെ സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരുന്ന് 1918 റഷ്യയിൽ ഒരു സിവിൽ വാർ, ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. റഷ്യ 1917 വരെ വളരെ കറപ്റ്റഡ് ആയിട്ടുള്ള അഴിമതി നിറഞ്ഞ സാർ ഭരണകൂടം, അതുപോലെ തന്നെ എലൈറ്റ് ഗ്രൂപ്പ്സ്, സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്നവർക്ക് മാത്രം പ്രാധാന്യം ലഭിച്ചിരുന്ന അങ്ങനത്തെ ഒരു വ്യവസ്ഥിതിയാണ് 1917 റഷ്യൻ റെവല്യൂഷൻ തന്നെ ഇതിനൊക്കെതിരെയാണ് വന്നത് അല്ലേ. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം കൊണ്ടുവരാനൊന്നും ലെനിന് സാധിക്കില്ല. ഒരു കൊല്ലം കൊണ്ടൊരു മാറ്റം കൊണ്ടുവരാനൊന്നും ലെനിനും സാധിക്കില്ലായിരുന്നു. ഒരു സ്ലോ ചേഞ്ചസ് ആണ് നടക്കുള്ളൂ. പക്ഷേ 1918 പെട്ടെന്നൊരു കലാപം ഉണ്ടാവുകയും യൂറോപ്യൻ ക്യാപിറ്റലിസം അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു റഷ്യയിലെ ആഭ്യന്തര കലാപത്തിന്. ആരൊക്കെയാണ് കലാപത്തിലേക്ക് മുന്നിട്ട് വന്നതെന്ന് വെച്ചാൽ മെൻഷെവിക്സ്. നമ്മൾ റഷ്യൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റഷ്യയിലെ 2 വിഭാഗമായി മാറി. സാർ ഭരണകൂടത്തിനെ അട്ടിമറിക്കുന്നതിനായിട്ട് വന്ന സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് 2ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മെൻഷെവിക്സും ഉണ്ടായിരുന്നു, ബോൾഷെവിക്സും ഉണ്ടായിരുന്നു. അതിൽ ബോൾഷെവിക്സ് ആണ് പിന്നീട് അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ മെൻഷെവിക്സിന്റെ ഗ്രൂപ്പ്, ദെൻ സാർ ഭരണകൂടത്തിൽ നിലനിൽക്കുന്ന റിമൈനിങ് അരിസ്റ്റോക്രാറ്റ്സ്, ദെൻ വേറൊരു ഗ്രൂപ്പ് ആരായിരുന്നു, പിന്നെ അങ്ങനെ ഒരു 3 ഗ്രൂപ്പുകൾ ക്യാപിറ്റലിസത്തിന് സപ്പോർട്ട് ചെയ്യുന്ന വേറെ മെൻഷെവിക്സ് ഉണ്ടായിരുന്നു, സാർ ഓട്ടോക്രാറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ മറ്റ് വിപ്ലവകാരികൾ, സഡൻ ആയിട്ടൊരു മാറ്റം വരണമെന്ന് വാശി പിടിക്കുന്ന മറ്റ് വിപ്ലവകാരികൾ. ഇവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് റഷ്യയിൽ ഒരു ആഭ്യന്തര കലാപത്തിന് തുടക്കം കുറിക്കുന്നു. ഏപ്രിൽ 1918 ബോൾഷെവിക് ഭരണകൂടത്തിനെതിരെ പല ഭാഗങ്ങളിലായിട്ടും സിവിൽ വാർ, ആഭ്യന്തര കലാപം രൂപപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പുതുതായിട്ട് ഇവർ ആവശ്യപ്പെടുന്നത്, വിപ്ലവകാരികളും മെൻഷെവിക്സും സാർ ഓട്ടോക്രാറ്റ്സും ആവശ്യപ്പെടുന്നത് എന്താണ്? അവരാവശ്യപ്പെടുന്നത് സാർ ഭരണകൂടം തിരിച്ചു കൊണ്ടുവരണം എന്നൊരു ആവശ്യം ഇവർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. മെൻഷെവിക്സ് ഒന്നും സാർ ഭരണകൂടത്തിന് ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ സാർ ഭരണകൂടം തിരിച്ചു വരണം എന്ന് ഇവർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ ജനാധിപത്യ രീതിയിലുള്ള ഒരു ഡെമോക്രാറ്റിക് വെസ്റ്റേൺ ഗവൺമെന്റ്, ഈ വെസ്റ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടെ മോഡേൺ ആണ്, അത് ജനാധിപത്യ രീതിയിലുള്ള വെസ്റ്റേൺ ഗവൺമെന്റ് കൊണ്ടുവരണം എന്നാണ് ഇവർ താല്പര്യപ്പെട്ടിരുന്നത്. അതിനാണ് അവിടെ ആഭ്യന്തര കലാപം ഉണ്ടായത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് റഷ്യ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് റഷ്യൻ ഫെഡറേഷൻ ആണ് അല്ലേ, ഒരുപാട് ചെറിയ ചെറിയ രാജ്യങ്ങൾ കൂടി ചേർന്നുകൊണ്ടാണ് യുണൈറ്റഡ് റഷ്യ നിലനിൽക്കുന്നത്. അതിൽ പല രാജ്യങ്ങളും ഇതിൽ നിന്ന് പിൻവലിഞ്ഞുകൊണ്ട് സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള ഭരണത്തിലേക്ക് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അഡ്മൈറൽ കൊൽഷാക്ക്, KOLCHAK, ഈ വേർഡ്സ് ഇങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാവുന്ന, പേരുകളൊക്കെ കൃത്യമായി പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിരിക്കില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തുകൾ ഉണ്ടെങ്കിൽ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ അഡ്മൈറൽ കൊൽഷാക്ക് സൈബീരിയയിൽ ഒരു വൈറ്റ് ഗവൺമെന്റ് സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. ഇതിന് ജനറൽ ഡെൻകിം കോസസസ് അവിടെ ഒരു ഇൻഡിപെൻഡന്റ് ഭരണം, വൈറ്റ് ആർമിയെ കൊണ്ടുവന്നു. കോസസസിലും ഇത് കൊണ്ടുവന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ടോസ്കി, അന്നത്തെ റഷ്യയുടെ അന്നത്തെ മിലിറ്ററിയിലെ പ്രധാന ആളായിരുന്ന ടോസ്കി, TROTSKY ടോസ്കി, 1919 റെഡ് ആർമീനെ വെച്ചുകൊണ്ട്, ബോൾഷെവിക്സിന്റെ ആർമി എന്നറിയപ്പെടുന്ന റെഡ് ആർമിയുടെ നേതൃത്വത്തിൽ ഈ കൈവിട്ടു പോയ സ്ഥലങ്ങളെല്ലാം തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത്. അഡ്മൈറൽ കോൾഷാക്കിനെ പരാജയപ്പെടുത്തി ചെക്ക്, ലീജിയൻ, ഡെൻകിം തുടങ്ങിയ റീജിയൻസ് ഒക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് തിരിച്ച് യുണൈറ്റഡ് റഷ്യയുടെ ഭാഗമാക്കുകയാണ് ചെയ്തത്. വൈറ്റ് ആർമിയെ തോൽപ്പിച്ചുകൊണ്ട് റെഡ് ആർമി അധികാരം വെച്ചു ടോസ്കിയുടെ നേതൃത്വത്തിൽ. ടോസ്കി വളരെ ശക്തനായിട്ടുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു. അങ്ങനെ സാമ്പത്തിക രംഗം റഷ്യ പിന്നെയും ലെനിന്റെ നേതൃത്വത്തിലേക്ക് വരികയാണ്. വാർ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയം രണ്ടാമതായിട്ട് സിവിൽ വാറിന് ശേഷം, ആഭ്യന്തര കലാപത്തിന് ശേഷം വാർ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയം ലെനിൻ മുന്നോട്ട് വെച്ചു. എന്താണ് വാർ കമ്മ്യൂണിസം നോക്കാം. വാർ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എല്ലാ സാമ്പത്തിക മേഖലയും ദേശീയവൽക്കരിക്കുന്ന ഒരു രീതിയായിരുന്നു വാർ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. എല്ലാ സാമ്പത്തിക മേഖലയും ദേശവൽക്കരിക്കുക. അത് ട്രേഡ് രംഗം, ഇന്റേണൽ ട്രേഡ്സ് ഒക്കെ ദേശവൽക്കരിച്ചു. ദെൻ ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങൾ, അതെല്ലാം ദേശവൽക്കരിക്കുകയുണ്ടായി. ഭക്ഷ്യവിളവുകളെ കണ്ടുകെട്ടിയിട്ട് ഇദ്ദേഹം ഭക്ഷ്യവിളകളെല്ലാം ശേഖരിച്ചുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതി. ഇദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള ചട്ടക്കൂട് ഉണ്ടാക്കി എന്നുള്ളത്. സ്വകാര്യ ബാങ്കുകളൊക്കെ, പ്രൈവറ്റ് ബാങ്കുകളൊക്കെ പൂട്ടുന്നു, ബാക്കിയുള്ളതൊക്കെ ദേശീയവൽക്കരിക്കുന്നു.
നിർബന്ധിതമായിട്ടും തൊഴിലെടുപ്പിക്കുന്നുണ്ട്. അതായത് ജനങ്ങളെല്ലാവരും നിർബന്ധിതമായിട്ടും തൊഴിലിൽ ഏർപ്പെട്ടിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നിയമങ്ങൾ അദ്ദേഹം വാർ കമ്മ്യൂണിസത്തിലൂടെ കൊണ്ടുവന്നു. പക്ഷേ ഈ വാർ കമ്മ്യൂണിസം ഐഡിയോളജിക്കലി ഗ്രേറ്റ് ഐഡിയ ആയിരുന്നെങ്കിൽ കൂടിയും കർഷകർ ഇതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. കർഷകർക്ക് പൂർണ്ണമായിട്ടും ഒരു സ്വയം എന്താ പറയുക, അവർക്ക് ഈ ഒരു സിസ്റ്റത്തിൽ ഒരു സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ അവരുടെ ഭക്ഷ്യക്ഷാമമൊക്കെ വളരെ കൂടുതലായിരുന്നു. ഒരുപാട് പണിയെടുക്കുമെങ്കിലും അവർക്ക് വേണ്ടത്ര എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് വന്നാൽ അവർക്ക് വേണ്ടത്ര കിട്ടാത്തൊരു പ്രശ്നമല്ല നിലനിന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ട് ലെനിന് ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലായി എന്നുള്ളതാണ്. അവിടുത്തെ എക്കണോമിക് സിറ്റുവേഷനിൽ പെസൻസിന്റെ സിറ്റുവേഷൻ കുറച്ച് മോശമാണെന്ന് മനസ്സിലാക്കിയ ലെനിൻ ഒരു പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. ന്യൂ എക്കണോമിക് പോളിസി അദ്ദേഹം കൊണ്ടുവന്നു. NEP ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവരികയാണ്. 1921 പുതിയ സാമ്പത്തിക നയം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് കർഷകർക്ക് പെസൻസിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയും കൃത്യമായി ടാക്സ് അടച്ചിട്ട് ബാക്കിയുള്ളത് അവർക്ക് എടുക്കാം എന്നൊരു രീതി വന്നു. മനസ്സിലായില്ലേ? ഒരു സർപ്ലസ് പ്രൊഡക്ഷൻ ആഫ്റ്റർ പേയിങ് ടാക്സ് അടച്ചതിന് ശേഷം പെസൻസിന് ഒരു സർപ്ലസ് പ്രൊഡക്ഷൻ എടുക്കാനുള്ള രീതി വന്നു. സോ കർഷകരെ സഹായിക്കുക, അതുപോലെ തന്നെ ഈ ഒരു കർഷകർക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് എഡ്യൂക്കേഷനെല്ലാം സമീപിക്കുക. ആ ഒരു രീതിയാണ് ലെനിൻ ഇതിലൂടെ ഉദ്ദേശിച്ചത്, ഈ ന്യൂ എക്കണോമിക് പോളിസിയിലൂടെ ഉദ്ദേശിച്ചത്. കർഷകരുടെ ഉന്നമതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ന്യൂ എക്കണോമിക് പോളിസി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഇതിലൂടെ ചെയ്തത് റീസ്റ്റോർഡ് പ്രൈവറ്റ് ട്രേഡ് ഇൻസെൻറ്റീവ് ആൻഡ് ഫുഡ് പ്രൊഡക്ഷൻ. ചെറുകിട വ്യവസായങ്ങളിലും അതുപോലെ തന്നെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളിലൊക്കെ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നു. ഒരു പ്രൈവറ്റ് ട്രേഡ്, സ്വകാര്യവൽക്കരണം നടത്തി. അവിടെ ഈ പ്രൊഡക്ഷൻ മേഖലയൊക്കെ ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ പ്രൈവറ്റ് ട്രേഡ് നടത്താം. അതായത് ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഗവൺമെന്റിന് നേരിട്ട് കൺട്രോൾ ഇല്ലാതെ ചെറുകിട വ്യവസായങ്ങളൊക്കെ അങ്ങനെ വിട്ടാൻ തുടങ്ങി. ദെൻ പക്ഷേ ഹെവി ഇൻഡസ്ട്രീസ്, വലിയ ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി, ഓയിൽസ്, ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇതൊക്കെ ദേശത്തിന്റെ കൺട്രോളിൽ തന്നെയാണ്, നാഷണലൈസേഷൻ തന്നെയായിരിക്കും. ഇതിനൊന്നും സ്വകാര്യവൽക്കരിക്കരുത്. ചെറുകിട വ്യവസായങ്ങൾ മാത്രം അതിന്റെ സ്വാതന്ത്ര്യം നൽകുകയും വൻകിട വ്യവസായങ്ങൾ ഗവൺമെന്റിന്റെ കൺട്രോളിൽ നിർത്തുകയുമാണ് ന്യൂ എക്കണോമിക് പോളിസിയിലൂടെ ചെയ്തത്. ദെൻ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന്, വിദേശ നിക്ഷേപങ്ങളെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ന്യൂ എക്കണോമിക് പോളിസിയിലൂടെ. ഇദ്ദേഹത്തിന്റെ ഈ തീരുമാനങ്ങൾ പല കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സിനും എതിർപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ് ഇവരുടെ എതിർപ്പ് അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിലോ അറിയിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും കാമൻ, സിനോവെ തുടങ്ങിയവർക്കായിരുന്നു ഈ ഒരു എതിർപ്പ് ഉണ്ടായിരുന്നത്. കാമനോവും സിനോവയൊക്കെ ഈ ഒരു പോളിസി ഭാവിയിൽ ഒരു വെൽത്തി മർച്ചന്റ് ക്ലാസിനെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വലിയൊരു സാമ്പത്തിക കൂടം, ഒരു ക്യാപിറ്റലിസത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വ്യവസ്ഥിതി കൊണ്ടുവരികയെന്നും കമ്മ്യൂണിസത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു വെൽത്തി ക്ലാസ് ഇവിടെ ഉണ്ടാകുമെന്നാണ് ഇവർ മുൻകൂട്ടി കണ്ടത്. ഈ സിനോവയും കാമനോവൊക്കെ പറഞ്ഞത്. പക്ഷെ ലെനിൻ ലെനിൻ ഇതിനെ പാർട്ടി മീറ്റിംഗിൽ ഡിബേറ്റ് ചെയ്ത് നിന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കർഷകർക്ക്, പെസൻസിന് വേണ്ടത്ര വിദ്യാഭ്യാസവും വേണ്ടത്ര സയന്റിഫിക് രീതികളും എല്ലാം കിട്ടണം, അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരണം. അതായിരുന്നു ലെനിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. പിന്നെ ലെനിൻ ആയാലും അവിടെ എന്താ പറയുക, ഒരു പാർട്ടി ബേസ്ഡ് സിസ്റ്റമാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനങ്ങളും അതിൻ്റെ കാര്യങ്ങളും കൃത്യമായിട്ട് അനുസരിക്കുകയും അതിനനുസരിച്ച് ഗവൺമെൻറ് കാര്യങ്ങൾ നീക്കുകയും ചെയ്തൊരു വ്യക്തി തന്നെയായിരുന്നു. ഇനി NEP എന്ന് പറയുന്ന പദ്ധതി ഒരു പരിധിയിൽ കൂടുതൽ വിജയമായിരുന്നു. ഒരു പരാജയപ്പെട്ട പദ്ധതി ആയിരുന്നില്ല ലെനിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. എന്താ പറയുക, വിജയം നേടിയിട്ടുള്ള മോഡറേറ്റ്ലി സക്സസ്ഫുൾ ആയിട്ടുള്ള പദ്ധതിയായിരുന്നു. പക്ഷെ മുൻപുണ്ടായിരുന്നേക്കാൾ ഒരുപാട് മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായാലും കർഷകരുടെ സ്ഥിതി പൂർണ്ണമായിട്ടും അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഉണ്ടായിരുന്നു. നമ്മൾ എത്രയൊക്കെ മാറ്റാൻ ശ്രമിച്ചാലും ഒരു പഴയകാല പാരമ്പര്യം പിന്തുടരുന്ന അല്ലെങ്കിൽ പഴയകാല എലൈറ്റിസം പിന്തുടരുന്നവരുടെ ഒരു വിഭാഗം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. അത് റഷ്യയിലും ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു വിഭാഗത്തിന്റെ ഭരണം എന്താ പറയുക, പഴയ കാലത്ത് സമ്പന്നതയിൽ നിന്നിരുന്ന ഒരു വിഭാഗത്തിന്റെ ഭരണം, അതിനെ നോമൻചേവ് അങ്ങനെ എന്താ നോമൻക്ലത്തൂര, NOMENKLATUR, ഇതിൽ സ്റ്റാലിന്റെ ഭരണകൂടത്തും ഈ ഒരു സംഭവം കാണാൻ പറ്റും. നോമൻക്ലത്തൂര, ഈ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അതൊരു എലൈറ്റ് ക്ലാസ് ആണ്. ഈ എലൈറ്റ് ക്ലാസ്സിന്
എന്താ പറയുക, സാർ ഭരണകൂടമെല്ലാം അട്ടിമറിച്ചെങ്കിലും പല അഡ്മിനിസ്ട്രേഷനിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഈ ഒരു എലൈറ്റ് ക്ലാസ് ഇരിക്കുന്നുണ്ട്. അവർ പല രീതിയിൽ എഡ്യൂക്കേഷനും പല രീതിയിൽ സാമ്പത്തികമായിട്ട് ഉന്നമനം അവരൊക്കെയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് എത്രയായാലും ആ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാ എക്കണോമിക് പോളിസീസും പൂർണ്ണമായിട്ടും വിജയിക്കാതെ ഇരുന്നതും. ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് എടുത്ത് കളയാൻ പറ്റുന്നതായിരുന്നു, കാരണം ഇവരവിടെ ജീവിക്കുന്നവരാണല്ലോ. അപ്പം പക്ഷെ എന്നാലും തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഇത് ഭക്ഷണത്തിനുള്ള ക്ഷാമം ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു റഷ്യയിൽ. ഈ കാലഘട്ടത്തിൽ റഷ്യ ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരത്തോടു കൂടെ കയറിയിട്ടുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത്, ആദ്യത്തെ രാജ്യം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ്, USSR എന്നാണ് റഷ്യ പിന്നീട് അറിയപ്പെട്ടത്. USSR, യൂണിയൻ ഓഫ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്സ്, അതാണ് USSR എന്ന് പറയുന്നത്. അപ്പം റഷ്യ USSR എന്ന് പറയുന്നത് അധികാരത്തിൽ കയറിയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മെയ് 1922 അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലെനിന് പക്ഷാഘാതം, സ്ട്രോക്ക് വരികയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ലെനിൻ എന്താ പറയുക, ലെനിൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അധിക കാലമൊന്നും ഭരണം കിട്ടിയിട്ടൊന്നുമില്ല. 1917 ഒരു വലിയ കറപ്റ്റഡ് ഭരണകൂടത്തിനെ ഇല്ലാതാക്കിക്കൊണ്ട് അധികാരത്തിലേക്ക് വരുന്നു. 18 പിന്നെയൊരു ആഭ്യന്തര കലാപം ഉണ്ടാകുന്നു. അതിൽ നിന്നെല്ലാം മറികടന്ന് 1919 കൂടിയിട്ട് 1920 കാലഘട്ടത്തിലാണ് ശരിക്കും ലെനിൻ ഒരു ഭരണത്തിലേക്കൊരു പോളിസിയൊക്കെ നടപ്പിലാക്കാൻ പറ്റുന്നത്. ആ സമയം കഴിഞ്ഞൊരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ലെനിന് സ്ട്രോക്ക് വരികയാണ്. സ്ട്രോക്ക് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ഭാഗികമായിട്ട് അദ്ദേഹത്തിനെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. 2 പ്രാവശ്യത്തിലധികം അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു. അങ്ങനെ 1924 ജനുവരിയിൽ അദ്ദേഹം 53-ാമത്തെ വയസ്സിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 22 to 24 എന്ന് പറഞ്ഞ 2 കൊല്ലത്തോളം അദ്ദേഹം തളർന്നു പോകുന്ന ശാരീരികമായിട്ട് തളർന്നു പോയൊരവസ്ഥയിലാണ് ജീവിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ഒരു വലിയ പ്രതീക്ഷയായിരുന്നു ജനങ്ങൾക്ക് എന്ന് പറയുമ്പോഴും ഇദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മരണം ആ ഭരണകൂടത്തിന് ഒരു നിശ്ചലാവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്തെന്ന് അറിയാത്തൊരു അദ്ദേഹം തുടങ്ങി വെച്ച ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ എങ്ങനെ കൊണ്ടുപോകും, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്ത് നേരിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുതിയൊരു ഭരണാധികാരിയുടെ ഉയർത്തെഴുന്നേൽപ്പ് വരുന്നത്, സ്റ്റാലിൻ. പിന്നീട് റഷ്യ അറിയപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ഭരണാധികാരിയായിരുന്നു സ്റ്റാലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ലെനിന്റെ മരണത്തിന് ശേഷം ടോസ്കിയുടെ നേതൃത്വത്തിൽ, ടോസ്കി ഒരു മികച്ച മിലിറ്ററി ഹെഡായിരുന്നു, ടോസ്കിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടം വരികയും ടോസ്കി ഭരണത്തിനെ എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പിരിഞ്ഞു പോകാതെ എല്ലാത്തിനും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ടോസ്കിയുടെ റെഡ് ആർമി എല്ലാത്തിനും കൂട്ടിയോജിപ്പിച്ച് നിർത്തി. പക്ഷേ കമെനവ്, സിനോവെ, ബുർഖാറിൻ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സിന് ഈ ടോസ്കിയുടെ നയങ്ങളോട് എതിർപ്പുണ്ടെങ്കിലും ടോസ്കി ഒരുവിധം പിടിച്ചു നിൽക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നീട് ടോസ്കിക്ക് ലഭിച്ച പിന്തുണയെല്ലാം നഷ്ടപ്പെടുകയും ടോസ്കി അധികാരത്തിൽ നിന്ന് പുറത്താകുകയും ചെയ്തു. അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെടുകയും അദ്ദേഹം സൈനിക മേധാവിയായി മാത്രം നിലനിൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഈ ഒരു കാലഘട്ടത്തിലാണ് സ്റ്റാലിൻ അധികാരത്തിലേക്ക് വരുന്നത്. ഇനി സ്റ്റാലിൻ എന്ന് പറയുന്ന വ്യക്തി ജോസഫ് സ്റ്റാലിൻ എന്നറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ജോസഫ് ഡിജുഗാഷ്വിലി എന്നാണ്. DJUGASHVILE ആ ഒരു പേരാണ് അദ്ദേഹത്തിന്റെ. അദ്ദേഹം സ്റ്റാലിൻ എന്ന പേര്, അദ്ദേഹം അറിയപ്പെട്ടത് സ്റ്റാലിൻ എന്നാണ്. സ്റ്റാലിൻ എന്ന പേരിന്റെ അർത്ഥം സ്റ്റീൽ ആയിട്ടുള്ള മനുഷ്യൻ എന്നാണ്. സ്റ്റീൽ എന്നാണ് സ്റ്റാലിനോട്, മാൻ ഓഫ് സ്റ്റീൽ, ഉരുക്കു മനുഷ്യൻ എന്ന രീതിയിൽ അദ്ദേഹം സ്വയം വിളിച്ച പേരാണ് സ്റ്റാലിൻ എന്നത്. 1904 അദ്ദേഹം ബോൾഷെവിക് പാർട്ടിയുടെ അംഗമായിട്ട് വരുന്നത്. 1924 ലെനിന്റെ മരണശേഷം 24 അവസാനത്തോട് കൂടിയിട്ട് ലെനിന്റെ മരണശേഷമാണ് അദ്ദേഹം ഈ ഒരു റഷ്യയുടെ അധികാരത്തിലേക്ക് വരുന്നത്. 1924 അദ്ദേഹം ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ജനറൽ ആയിരുന്നു, പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്നു. 28 സ്റ്റാലിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയാണ്. അപ്പോൾ 1924-28 വരെയുള്ള കാലഘട്ടത്തിൽ ടോസ്കിയുടെ ഒരു ഭരണകൂടം എല്ലാവരും നിലനിൽക്കുന്നുണ്ട്. 1928 സ്റ്റാലിന് കൂടുതൽ പിന്തുണ ലഭിക്കുകയും സ്റ്റാലിൻ ഗ്രൂപ്പ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്റ്റാലിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാലിൻ്റെ ആളുകൾ, സ്റ്റാലിൻ മെൻ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് തന്നെ അവിടെ ഫോം ചെയ്തതാണ്. സ്റ്റാലിനെ അമിതമായിട്ട് ഫോളോ ചെയ്യുന്ന വിഭാഗം. അങ്ങനെ സ്റ്റാലിന് കൂടുതൽ സ്വീകാര്യത ലഭിച്ചുകൊണ്ട് സ്റ്റാലിൻ അധികാരത്തിലേക്ക് വരികയാണ് ഉണ്ടായത്.
സ്റ്റാലിന്റെ അധികാരത്തിലേക്ക് വരവിലും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ ഏത് രീതിയിലുള്ള പദ്ധതി ഫോളോ ചെയ്യണം എന്ന രീതിയിൽ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ബുർഖാനിൻ ഇൻഡസ്ട്രിയലൈസേഷനും പെസൻസിന്റെ എഡ്യൂക്കേഷനും പെസൻസ് ഈ വ്യവസായങ്ങളിലൂടെ വളർന്നു വരണമെന്നെല്ലാം വാദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ബുർഖാനിൻ. ടോസ്കി റഷ്യക്ക് പുറത്തേക്ക് ഈ വിപ്ലവം കൊണ്ടുപോകണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ടോസ്കി. ദെൻ കെമൻ വെൻ സിനോവെ, അദ്ദേഹം ബുർഖാറിന്റെ അഭിപ്രായങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു ആദ്യകാലങ്ങളിൽ. ബുർഖാറിൻ NEPന് പുതിയ എക്കണോമിക് പോളിസിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ ലെനിന്റെ ഈ ഒരു എക്കണോമിക് പോളിസി വഴി ഒരുപാട് വെൽത്തി അഗ്രികൾച്ചർ പെസന്റ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെൽത്തി പെസന്റ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടും ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായി പ്രവർത്തിക്കും എന്ന ചിന്താഗതി ഒക്കെ ബുർഖാറിന് ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം NEPനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സ്റ്റാലിനും ബുർഖാറിനും ഒരുമിച്ച് നിന്നുകൊണ്ട് ടോസ്കിയുടെ ആശയങ്ങളെ ടോസ്കിനെ പുറത്താക്കിക്കൊണ്ട് സ്റ്റാലിനും ബുർഖാറിനും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ജോയിന്റ് ലീഡേഴ്സ് ആയിട്ടാണ് അവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് സിനോവോവിനും കെമനോവിനും എല്ലാം ആശയ വ്യത്യാസങ്ങൾ കാരണം മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റാലിനും ബുർഖാവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അങ്ങനെ ഇവരെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. വോട്ടിങ്ങിലൂടെ പുറത്താക്കി. ടോസ്കിനെയും പുറത്താക്കിയിട്ട് ടോസ്കി പിന്നീട് പഴയ കോൺസ്റ്റാന്റിനോപ്പോൾ പിന്നത്തെ ഇസ്താൻബുൾ, തുർക്കിയിലെ ഇസ്താൻബുളിലേക്ക് പോവുകയാണ് ചെയ്തത്. സ്റ്റാലിനും ഈ ഒരു സമയത്ത് സ്റ്റാലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. സ്റ്റാലിൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ സ്റ്റാലിൻ ഒരു മഹത് പുരുഷനാക്കി മാറ്റിയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ എതിർപ്പ് അറിയിക്കുന്നവർ പുറത്താക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സ്റ്റാലിൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പോളിസീസ്, എക്കണോമിക് പോളിസീസിനെ കുറിച്ച് നോക്കാം. അദ്ദേഹം ആദ്യം തന്നെ ന്യൂ എക്കണോമിക് പോളിസി നിർത്തലാക്കുകയും അഗ്രികൾച്ചറിനെ കൂടുതൽ കൺട്രോൾ ചെയ്യുകയും അഗ്രികൾച്ചർ എന്ന് പറയുന്ന വ്യവസായത്തിനെ കൺട്രോൾ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. Then he introduced 5-year plans. 5 വത്സര പദ്ധതികൾ ഇദ്ദേഹം തുടക്കം കുറിക്കുകയാണ് ചെയ്തത്. ഓരോ 5 വർഷം കൂടുമ്പോഴും 5-year പ്ലാൻസ് കൊണ്ടുവന്നു. ആദ്യത്തെ 2 5-year പ്ലാൻസും അവിടുത്തെ വ്യവസായങ്ങളെയും കൃഷിയെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷൻ ഈ പഞ്ചവത്സര പദ്ധതികളുടെ ഒരു പ്രധാന അജണ്ടയായിരുന്നു. 3ാമത്തെ പഞ്ചവത്സര പദ്ധതി നടക്കുന്ന സമയത്താണ് 2ാം ലോക യുദ്ധം ഉണ്ടാകുന്നതും ആ ഒരു ഗ്യാപ്പ് വരികയെല്ലാം ചെയ്യുന്നത്. ഈ ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷൻ അഥവാ വ്യവസായങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് ഈ 5-year പ്ലാൻസിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എക്കണോമിക് പോളിസി ആയിരുന്നെങ്കിലും ഇതുവഴി ഒരുപാട് ചൂഷണങ്ങൾ പെസൻസ് നേരിട്ടിട്ടുണ്ട്. കർഷകരെ ചൂഷണം ചെയ്തുകൊണ്ടാണ് റഷ്യയിൽ വ്യവസായങ്ങൾ വളർന്നത് എന്ന് ചില സ്കോളേഴ്സിന്റെ എല്ലാ അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഈ അഗ്രികൾച്ചർ ഇഷ്യൂസ് ഈ കാർഷിക രംഗത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ട് സ്റ്റാലിൻ നടപ്പിലാക്കിയ ഒരു പദ്ധതി വലിയ ഫാമുകൾ ഉണ്ടാവുമല്ലോ, വലിയ ഫാമുകൾ ഉണ്ടാവുമല്ലോ, ഈ വലിയ ഫാമുകളുടെ കൂടെ ചെറിയ ഫാമുകൾ കൂട്ടിച്ചേർക്കുക. അങ്ങനെ ചെറിയ ഫാമുകൾ നേരിടുന്ന പ്രശ്നങ്ങളും തൊഴിൽ പ്രശ്നങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ഒരു വലിയ സംരംഭമാക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് സ്റ്റാലിൻ മുന്നോട്ട് വെച്ചത്. ഈ ഒരു ചെറിയ ഫാമുകളെ വലിയ ഫാമുകളെ കൂടെ ചേർത്ത് പ്രവർത്തിപ്പിക്കുന്നതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരു കാർഷിക പ്രശ്നങ്ങൾ തന്നെ അവിടെ രൂപപ്പെടുകയാണ് ഉണ്ടായത്. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. 1932 അന്നത്തെ ഒരു കണക്ക് പ്രകാരം, കണക്കുകൾ ശരിയാണെങ്കിൽ ഇപ്പോൾ റഷ്യക്കും സ്റ്റാലിനെതിരെ ഒരുപാട് അതിന് വിയോജിപ്പുള്ളവർ, കമ്മ്യൂണിസത്തിനോട് വിയോജിപ്പുള്ളവർ സ്റ്റാലിനെതിരെ ഒരുപാട് പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടല്ലെങ്കിൽ യഥാർത്ഥ കണക്കാണെങ്കിൽ ഒരു റിവ്യൂ പ്രകാരം 1932 അവിടെ ഒരുപാട് ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നു എന്നാണ്, റഷ്യയിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം ഒരു 5 മില്യൺ കർഷകർ പട്ടിണിയിൽ കിടക്കുമ്പോൾ 1.75 മില്യൺ ടൺ ധാന്യങ്ങൾ റഷ്യ പുറം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു എന്നാണ് കണക്ക് പറയുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള കണക്കാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം റഷ്യ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ലെനിൻ്റെ ഒരു പോളിസി ആയിട്ട് ലെനിൻ അല്ല, സ്റ്റാലിൻ്റെ ഒരു പോളിസി ആയിട്ട് പറയുന്നത് പൊളിറ്റിക്കൽ സപ്രഷൻ എന്നാണ്. എതിർക്കുന്നവരെ അടിച്ചമർത്തുന്ന രാഷ്ട്രീയ രീതി എന്ന് നമുക്ക് ചുരുക്കി പറയാം. അതായത് സ്റ്റാലിന് ഒരു പാർട്ടിയുടെ ഉള്ളിൽ തന്നെ വളരെ ശക്തിയാർന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് പിന്നീട് സ്റ്റാലിൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പാർട്ടി പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് അതിന് പുറത്ത് അദ്ദേഹം പാർട്ടിക്ക് മീതെ ഗവൺമെന്റിനെ സൃഷ്ടിക്കാനും പാർട്ടിക്ക് മീതെ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ
1936-38 കാലങ്ങളിൽ ജനങ്ങളെ നിർബന്ധമായിട്ടും ക്യാമ്പുകളിൽ കൊണ്ടുപോയി പണിയെടുപ്പിക്കുന്നത്, തൊഴിലാളി ക്യാമ്പുകളിൽ കൊണ്ടുപോയി പണിയെടുപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എല്ലാവിധ ജോലികളിലും ഇങ്ങനെ കുത്തി നിറച്ച് കൊണ്ടുപോവുക. പിന്നെ ഇതിനെ എതിർത്ത ബോൾഷെവിക്സിനെ, പഴയകാല ബോൾഷെവിക്സ് ലീഡേഴ്സ് മൊത്തം അറസ്റ്റിലാക്കപ്പെടുന്ന ഒരു സ്ഥിതിയെല്ലാം അന്ന് ഉണ്ടായിരുന്നു. 1953 അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹം വളരെ ശക്തിയായി തന്നെ അധികാരത്തിൽ തുറന്നിട്ടുണ്ട്. ആർക്കും തന്നെ ചോദ്യം ചെയ്യാനോ പുറത്താക്കാനോ പറ്റാത്ത രീതിയിൽ അദ്ദേഹം മരിക്കുന്നത് വരെ റഷ്യയിൽ അദ്ദേഹം വളരെ ശക്തനായിട്ടുള്ള ഒരു റൂളറായിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്ത മറ്റൊരു പ്രവൃത്തിയായിരുന്നു 1936 കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ നിർമ്മാണം അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഭരണഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. പുതിയൊരു മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് രാജ്യമാണ് റഷ്യ എന്ന് പ്രഖ്യാപിക്കലായിരുന്നു ഈ 1936 ഭരണഘടനയിൽ ഉണ്ടായത്. ദെൻ മനുഷ്യന്മാരുടെ അവകാശങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സ് ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ടുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച്, തോട്ട്, പ്രസ്, റിലീജിയൻ, എംപ്ലോയ്മെന്റ്, പബ്ലിക് അസംബ്ലി, സ്ട്രീറ്റ് ഡെമോൺസ്ട്രേഷൻ തുടങ്ങിയവ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് 1936 ഭരണഘടനയിൽ അദ്ദേഹം എഴുതി ചേർക്കും. എന്തൊക്കെയാണ്? സംസാരിക്കുന്നതിനുള്ള അവകാശം, ചിന്തിക്കുന്നതിനുള്ള അവകാശം, മീഡിയയ്ക്ക് നൽകുന്ന അവകാശം, വിശ്വാസത്തിന് നൽകുന്ന അവകാശം, തൊഴിലിന് നൽകുന്ന അവകാശം, പൊതു ഇടങ്ങളിൽ കൂടിച്ചേരാനുള്ള അവകാശം, ഇപ്പോൾ സ്ട്രീറ്റ് ഡെമോൺസ്ട്രേഷൻ, നാടകം പോലെയുള്ള സംഭവങ്ങൾക്കുള്ള അധികാരം ഇതൊക്കെ നൽകുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് 1936 ശേഷം ലെനിന്റെ ഈ രീതികളൊക്കെ മാറുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി സ്റ്റാലിൻ മറ്റ് രാജ്യങ്ങളെ എങ്ങനെയാണ് ഇപ്പോൾ നിയന്ത്രിച്ച് നിർത്തിയത്? നമ്മൾ USSR ആണല്ലേ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ 1917 സാർ ഭരണകൂടത്തിന് കീഴിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ് പോളണ്ട്, ഫിൻലാൻഡ്, ഉക്രൈൻ, ബെലറേഷ്യ, ജോർജിയ, അർമേനിയ, അസർബൈജാൻ, കസ്കസ്ഥാൻ, കിർഗീസിയ, ഉസ്ബെക്കിസ്ഥാൻ, ദെൻ തുർക്ക്മെനിസ്ഥാൻ, അങ്ങനെ ഒരുപാട് ബാൾട്ടിക് റിപ്പബ്ലിക്സ്, ഇങ്ങനത്തെ ഒരുപാട് രാജ്യങ്ങൾ കൂടി ചേർന്നായിരുന്നു സാർ റിപ്പബ്ലിക്കിന് കീഴിലുള്ള റഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും രാജ്യങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ രാജ്യങ്ങളെ എല്ലാതും 6 യൂണിയനായിട്ട് 1925 ഈ രാജ്യങ്ങളെ 6 യൂണിയനുകളാക്കി തിരിച്ചുകൊണ്ട് ഭരണം നടത്തുകയാണ് ചെയ്തത്. ഇതിൽ ഓരോ രാജ്യത്തിൻ്റെയും ഭാഷ, സംസ്കാരം, അവരുടെ ജീവിത രീതി എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്നു സ്റ്റാലിൻ. ഇനി സ്റ്റാലിൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലൈഫ് സ്റ്റാലിൻ എങ്ങനെയായിരുന്നു? ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ സ്റ്റാലിന് വ്യവസായവൽക്കരണത്തെ കുറിച്ചാണ് ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നത്. അവിടുത്തെ സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് തൊഴിൽ ലഭിക്കാൻ തുടങ്ങി. ഇൻഡസ്ട്രിയൽ വ്യവസായവൽക്കരണം വഴി സ്ത്രീകൾക്ക് തൊഴിൽ ലഭിക്കുകയും സ്ത്രീകൾക്കൊരു വരുമാനം ലഭിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് സിസ്റ്റം നടപ്പിലാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് തുല്യത ലഭിക്കുന്നതും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു എലൈറ്റ് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. ആ എലൈറ്റ് ഗ്രൂപ്പ് എപ്പോഴും അവർക്ക് കുറെ മുൻഗണനകൾ ലഭിച്ചിരുന്നു. കാരണം അവർ പരമ്പരാഗതമായിട്ട് എഡ്യൂക്കേറ്റഡ് ആണ്, പരമ്പരാഗതമായിട്ട് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് എത്രയായാലും ആ ഒരു മുൻഗണന, പെട്ടെന്ന് കാര്യങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യം തൊട്ടേ ഒന്നുമില്ലാത്തടത്തും തുടങ്ങുന്ന കർഷകർക്ക് അത് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, സാധാരണക്കാർക്ക് അത് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു വ്യത്യാസം അവിടെ നന്നായിട്ട് നിലനിന്നിരുന്നു. ഇനി സ്ത്രീകൾക്ക് ജോലി ലഭിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിലും വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകിയിരുന്നു, എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാലിന്റെ ഭരണകാലത്ത് അന്ന് ഒരുപാട് കോളറ പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിച്ച സമയത്ത് അതിനെയൊക്കെ ശ്രദ്ധിക്കുകയും അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് രാജ്യത്തിനെ മോചിപ്പിക്കുകയും ചെയ്ത ആളാണ് സ്റ്റാലിൻ എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും ഭക്ഷണത്തിന്റെ പോരായ്മ അവിടെ വളരെ ആയിട്ട് ഉണ്ടായിരുന്നു. ഇനി കൾച്ചറലായിട്ട് പറയുകയാണെങ്കിൽ ഈ സാംസ്കാരിക രംഗത്ത് സ്റ്റാലിൻ വളരെ കർക്കശമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹം ആദ്യം തന്നെ മതങ്ങളെ നിരോധിച്ചിട്ടുണ്ട്. 1930 അദ്ദേഹം മതങ്ങളെ നിരോധിച്ചിട്ടുണ്ട്. മതങ്ങളെ നിരോധിക്കുക വഴി എത്തിസം, നിരീശ്വരവാദം പ്രോത്സാഹിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പല സംഘടനകളും അദ്ദേഹം ഇല്ലാതാക്കിയിട്ടുണ്ട്. ഓൾ റഷ്യൻ അസോസിയേഷൻ ഓഫ് പ്രൊലറ്റേറിയൻ റൈറ്റേഴ്സ്, ഓൾ റഷ്യൻ യൂണിയൻ ഓഫ് റൈറ്റേഴ്സ് എന്നീ സംഘടനകൾ, എഴുത്തുകാരുടെ സംഘടനകൾ അദ്ദേഹം പിരിച്ചുവിട്ടു. ദെൻ ഡാനിയൽ കാംസ്, ഒസിപ്പ് മെൻഡൽസ്റ്റൈൻ, ഇസാക് ബാബൽ, ബോറിസ് പിൽക്കെ തുടങ്ങിയ എഴുത്തുകാരൊക്കെ തടവിലാക്കപ്പെട്ടു. ഈ എഴുത്തുകാരുടെ പല പുസ്തകങ്ങളും ഇല്ലാതാക്കുകയും നശിപ്പിക്കുകയും ലൈബ്രറി തന്നെ ഇല്ലാതാക്കുന്ന സ്ഥിതിയൊക്കെ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. സംഗീതത്തിനും അവിടെ വിലക്കുണ്ടായിരുന്നു. ദിമിത്രി ഷസ്തകോവിച്ച് എന്ന് പറയുന്ന ഒരു മ്യൂസിഷ്യന്റെ 2 വട്ടം അവിടെ ബാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതായിരുന്നു അന്നത്തെ ഒരു അദ്ദേഹത്തിന്റെ ഒരു കൾച്ചറൽ രംഗത്തോടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാം ലോക യുദ്ധത്തിന്റെ കാലത്ത് ഒരുപാട് സാമ്പത്തിക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം റഷ്യ ഒരു പ്രധാന ശക്തിയായിട്ട്, അമേരിക്ക റഷ്യ ഒക്കെ പ്രധാന ശക്തിയായിട്ട് ചേരിതിരിഞ്ഞ് നിന്നുകൊണ്ടാണ് രണ്ടാം ലോക യുദ്ധം നടത്തിയെന്ന് അറിയാമല്ലേ. അപ്പോൾ ആ സമയത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അതിനെ മറികടക്കാൻ വേണ്ടി 4th 5-year പ്ലാൻ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു സ്റ്റാലിൻ്റെ ഒരു കാലഘട്ടത്തിൽ 1945 1945 രണ്ടാം ലോക യുദ്ധം അവസാനിക്കുന്നത്. അതിനുശേഷം 4ാം പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നിട്ടാണ് സ്റ്റാലിൻ ഈ ഒരു എക്കണോമിക് രീതികൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ 1953 ആയപ്പോഴേക്ക് അദ്ദേഹം മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു സ്റ്റാലിൻ്റെ കാലഘട്ടത്തിലുള്ള, ലെനിൻ സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലെ USSR എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇനി സ്റ്റാലിന് ശേഷം എങ്ങനെയായിരുന്നു USSRന്റെ വളർച്ച എന്ന് നമുക്ക് നോക്കാം. സ്റ്റാലിൻ്റെ മരണത്തിന് ശേഷം പിന്നീട് വന്നിട്ടുള്ള ഭരണാധികാരിയായിരുന്നു ക്രുഷ്ചേവ് എന്ന് പറയുന്ന ആൾ. KHRUSCHE ക്രുഷ്ചേവ് ഭരണാധികാരം. ക്രുഷ്ചേവിന്റെ രീതികൾ എന്ന് പറഞ്ഞാൽ സ്റ്റാലിന്റെ രീതികളെ എതിർക്കുകയാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. സപ്പോർട്ടഡ് ലെനിന്റെ തിയറീനെ അദ്ദേഹം പിന്തുടരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹം കാർഷിക രംഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കാർഷിക രംഗത്ത് മികച്ചൊരു വിളവെടുപ്പ് രീതി ഉണ്ടാക്കിയെടുത്തു. 1956 അദ്ദേഹം കാർഷിക രംഗത്ത് 56% വിളവെടുപ്പ് നേടിയെടുത്തു ഒരു കാർഷിക പദ്ധതിയിലൂടെ. പക്ഷെ 1963 ഇതേ പദ്ധതിയിലൂടെ കാർഷിക രംഗത്ത് യാതൊരുവിധ നേട്ടം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പം പക്ഷെ അദ്ദേഹം ഭരണത്തിൽ വന്ന ആദ്യത്തെ കുറച്ചു കാലം അദ്ദേഹം മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഭരണരീതിനെ തൗ ഭരണം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഇതിലൂടെ ചെയ്തത് രാഷ്ട്രീയ സാമൂഹിക രീതികളിൽ സ്വാതന്ത്ര്യം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതായത് സോഷ്യൽ കാര്യങ്ങളിലൊക്കെ ജനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുകയാണ് ചെയ്തത്. ദാരിദ്ര്യം 30 മില്യൺ ആക്കി കുറയ്ക്കാൻ ഇദ്ദേഹത്തിന് ക്രുഷ്ചേവിന് സാധിച്ചിട്ടുണ്ട്. 1967 എഴുത്തുകാർക്ക് വീണ്ടും സ്വാതന്ത്ര്യം നൽകുകയും സാഹിത്യ മേഖലയെ പുനഃസംഘടിപ്പിക്കുകയും ചെയ്ത ആളാണ് ക്രുഷ്ചേവ് എന്ന് പറയുന്നത്. അപ്പം വിലക്കുകൾ ഉണ്ടായിരുന്നൊക്കെ പുനഃസംഘടിപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ ഒരു ഭരണാധികാരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സമാധാനപൂർവ്വമായിട്ടുള്ള വിദേശ നയങ്ങൾ, ഫോറിൻ അലയൻസസ് ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടും ഉണ്ട്. അതായിരുന്നു ക്രുഷ്ചേവ്. ഇനി ക്രുഷ്ചേവിന്റെ ഭരണത്തിന് ശേഷം വന്നിട്ടുള്ള ചില വ്യക്തികളാണ് കോസിജിൻ, ബ്രഷ്നെവ്, പോഡ്ഗോർണി, അങ്ങനെ ഒരുപാട് പേര് അധികാരങ്ങൾ പങ്കിട്ടിട്ട് അധികാരങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ഷെയർഡ് പവർ ആയിരുന്നു പിന്നീട് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ക്രുഷ്ചേവിന് ശേഷം. ഈ ഒരു കാലഘട്ടം ക്രുഷ്ചേവിന് ശേഷമുള്ള ഇവരുടെ ഈ ഭരണഘടന, ഈ കോസിജിൻ സ്പെല്ലിംഗ് നോട്ട് ചെയ്തോളൂ, KOSYGIN, കോസ്ജിൻ, BREZHNEV ബ്രഷ്നെവ്, ദെൻ PODGORNA പോഡ്ഗോർണി, ഇവരൊക്കെയായിരുന്നു പിന്നീട് വന്നവര്. ഇവരുടെ കാലഘട്ടത്തിൽ തൊഴിലില്ലായ്മ വളരെയധികം കുറയുകയും സാമൂഹികമായിട്ട് സോഷ്യൽ സെക്യൂരിറ്റി കുറച്ചും കൂടെ കൂടുകയും ചെയ്തു. സോഷ്യൽ സെക്യൂർഡായി ജനങ്ങൾ എന്നൊരു രീതി. അതായത് സ്റ്റാലിന്റെ സമയത്ത് നിർബന്ധമായിട്ട് ലേബർ ക്യാമ്പുകളിൽ പോയി തൊഴിലെടുപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് ഒരു സെക്യൂരിറ്റി ജനങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ്. പക്ഷെ ചില സാഹിത്യകാരന്മാർക്ക് വിലക്ക് ഇവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട റഷ്യൻ റവല്യൂഷന്റെ വേറൊരു പ്രധാനപ്പെട്ട പേരാണെന്നാണ് ഗോർബച്ചേവ്. നമ്മൾ ഈ റഷ്യൻ റവല്യൂഷൻ, അതായത് റഷ്യൻ റവല്യൂഷൻ എന്നാണ് പറയുന്നത്, USSRന്റെ കേട്ടോ. USSRന്റെ കാര്യം പഠിക്കുമ്പോൾ 1917 വിപ്ലവം മുതൽക്ക് ലെനിനും സ്റ്റാലിനും ഗോർബച്ചേവും, ഈ 3 പേരുകളാണ് നിർബന്ധമായിട്ട് ഓർത്തിരിക്കേണ്ട 3 പേരുകൾ. ലെനിൻ റഷ്യൻ റവല്യൂഷന്റെ തന്നെ, റഷ്യയുടെ തന്നെ ഒരു തുടക്കക്കാരനായിട്ടാണ് പറയുന്നതെങ്കിൽ ഗോർബച്ചേവ് USSRന്റെ പതനത്തിന് വഴിയൊരുക്കിയ ഭരണാധികാരിയായിട്ടാണ് പറയുന്നത്. ഓക്കെ, USSR തകരുന്നതും കമ്മ്യൂണിസം തകരുന്നതും, റഷ്യയിൽ കമ്മ്യൂണിസം തകരുന്നതും ഗോർബച്ചേവിന്റെ ഭരണത്തിന് ശേഷമാണ്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആധുനികവൽക്കരിക്കുക എന്നതാണ് ഗോർബച്ചേവിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മോഡേൺ കമ്മ്യൂണിസം, അതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. 1988 കാലങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും കമ്മ്യൂണിസവും തകർന്നു, USSRന്റെ പിന്തുണ ലോകത്ത് ഇല്ലാതാവുകയും ചെയ്തു. അങ്ങനെ കമ്മ്യൂണിസവും USSRും തകരുകയാണ് ചെയ്യുന്നത് ഗോർബച്ചേവിന്റെ ഭരണത്തിൽ. ഗോർബച്ചേവ് മുന്നോട്ട് വെച്ച 2 പ്രധാനപ്പെട്ട ആശയങ്ങളെ ഗ്ലാസ്നോട്ട് എന്നും പെരിസ്ട്രോയിക്ക എന്നാണ് പറയുക. ഗ്ലാസ്നോട്ടും പെരിസ്ട്രോയിക്കും. എന്താണ് ഗ്ലാസ്നോട്ട്? ഗ്ലാസ്നോട്ട് എന്ന് തുറന്ന നയം, ഓപ്പൺ പോളിസി എന്നും പറയും. ഒരു തുറന്ന നയമായിരുന്നു ഗ്ലാസ്നോട്ട് എന്ന് പറയുന്നത്. അതായത്
ജനങ്ങളുടെ അഭിപ്രായം നേരിട്ട് സ്വീകരിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് നേരിട്ട് കേൾക്കാനൊക്കെ ഉള്ള ഒരു അവസരം ഒരുക്കിയ പദ്ധതിയായിരുന്നു ഗ്ലാസ് നോട്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അതിന് തുറന്ന നയം എന്ന് പറയുന്നത്. മനുഷ്യാവകാശങ്ങൾക്ക്, ഹ്യൂമൻ റൈറ്റ്സിന് പ്രാധാന്യം നൽകി. ദെൻ സംസ്കാരത്തിനും പ്രാധാന്യം, കൾച്ചറൽ ആസ്പെക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതിനൊപ്പം തന്നെ ഫ്രീഡം ടു സ്പീച്ച്, എല്ലാവർക്കും ധൈര്യപൂർവ്വം സംസാരിക്കാനുള്ള അവകാശങ്ങൾ കൊടുത്തു, ഡിബേറ്റിനുള്ള അവകാശങ്ങൾ കൊടുത്തു. ഇദ്ദേഹം പബ്ലിക് ഒപ്പീനിയൻ, ജനങ്ങളുടെ അഭിപ്രായം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ആ ഒരു പദ്ധതിയാണ് ഗ്ലാസ് നോട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അദ്ദേഹം പ്രധാന രാഷ്ട്രീയ പരിപാടികളൊക്കെ ടെലിവിഷനിൽ അങ്ങനെ ഉള്ള പൊതു മീഡിയയിൽ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ജനങ്ങൾക്ക് മുന്നിൽ ഇദ്ദേഹം നടപ്പിലാക്കുന്ന പദ്ധതികൾ എന്താണ്, ഇദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ എന്താണ്, ഇതൊക്കെ ടി വിയിൽ പബ്ലിഷ് ചെയ്യാണ് ചെയ്തത്. ദെൻ ഇദ്ദേഹത്തിന്റെ സമയത്തും ഇദ്ദേഹം അതുവരെ പല സാഹിത്യകാരന്മാർക്കും ബാൻ ഉണ്ടായിരുന്നു പറഞ്ഞേ, അതൊക്കെ നിർത്തലാക്കിയിട്ട് ആന്റി സ്റ്റാലിൻ മൂവീസ്, ആന്റി സ്റ്റാലിൻ വർക്കുകൾ, അപ്പൊ സ്റ്റാലിനെതിരെയുള്ള ഒരുപാട് എഴുത്തുകൾ, സ്റ്റാലിൻ നിരോധിച്ച ഒരുപാട് എഴുത്തുകൾ, സ്റ്റാലിനെതിരെയുള്ള വർക്കുകൾ, ഇതൊക്കെ പുനഃസംരക്ഷിക്കാനുള്ള അധികാരം ആര് നൽകി? ഗോർബച്ചേവ് ഈ ഗ്ലാസ് നോട്ട് എന്ന് പറയുന്ന ഒരു പദ്ധതിയിലൂടെ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ന്യൂസ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിക്കല അനുമതി നൽകുകയാണ് ഉണ്ടായത്. ഇതായിരുന്നു ഗ്ലാസ് നോട്ട് എന്ന്. ഗ്ലാസ് നോട്ട് വളരെ തുറന്ന നയം എന്നാണ് അറിയപ്പെടുന്നെങ്കിലും നമുക്കിത് പറയുമ്പോൾ തന്നെ അറിയാലോ, ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് പോരായ്മകൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു ഗ്ലാസ് നോട്ട് എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു നയമാണ് പെരിസ്ട്രോയിക്ക. പെരിസ്ട്രോയിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പുനഃസംഘടനവും മാറ്റുമാണ് പെരിസ്ട്രോയിക്ക എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലാസ് നോട്ട് എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ചേഞ്ച് ആണെങ്കിൽ പെരിസ്ട്രോയിക്ക എന്ന് പറയുന്നത് എക്കണോമിക് ചേഞ്ച് ആണ് പറയുന്നത്, എക്കണോമിക് റീകൺസ്ട്രക്ഷൻ ആൻഡ് ചേഞ്ച് ആണ് പറയുന്നത്. അതായത് ഈ സാമ്പത്തിക രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പെരിസ്ട്രോയിക്ക. അപ്പോൾ ആലോചിക്കണം, ഗോർബച്ചേവിന്റെ പ്രധാനപ്പെട്ട രണ്ട് നയങ്ങളാണ് ഗ്ലാസ് നോട്ടും പെരിസ്ട്രോയിക്കയും. ഗ്ലാസ് നോട്ട് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ചേഞ്ചസ് ആണ് ഉദ്ദേശിച്ചെങ്കിൽ പെരിസ്ട്രോയിക്ക എക്കണോമിക് ചേഞ്ചസ് ആണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ പദ്ധതികളൊന്നും ഇന്നത്തെ ഒരു ആസ്പെക്റ്റിൽ ചിന്തിക്കുകയാണെങ്കിൽ റൈറ്റ് ആയിരിക്കാം, പക്ഷെ ഒരു രാജ്യത്തിന്റെ ഒത്തൊരുമയും നിലനിൽപ്പിനെയും തന്നെ ബാധിച്ച ഒന്നായിരുന്നു ഗോർബച്ചേവിന്റെ പദ്ധതികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗോർബച്ചേവിന്റെ പദ്ധതികൾക്ക് ശേഷം 1991 USSR തകരുകയും കമ്മ്യൂണിസം തന്നെ റഷ്യയിൽ തകരുന്ന സ്ഥിതിയാണ്. USSR പിളർന്നു പോയി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് 15 USSR റിപ്പബ്ലിക് സ്റ്റേറ്റ്സ് ഗ്ലാസ് നോട്ട്, പെരിസ്ട്രോയിക്ക തുടങ്ങിയതിൻ്റെ ഇതിൽ ഭീഷണിയിലാവുകയും അവർ സ്വതന്ത്ര രാഷ്ട്രങ്ങളായിട്ട് മാറുകയും ചെയ്തു. അസർബൈജാൻ, ലിത്വസ്, ലാറ്റ്വിയ, എസ്റ്റോണിയ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടി. 1991 ജോർജിയ സ്വതന്ത്രമാകുന്നത്. അങ്ങനെ USSRന്റെ കീഴിലുണ്ടായിരുന്ന രാഷ്ട്രങ്ങളൊക്കെ സ്വാതന്ത്ര്യം നേടിക്കൊണ്ട് USSR തകരുന്ന സ്ഥിതി ഉണ്ടായി. സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും രാഷ്ട്രപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ USSRന്റെ തകർച്ചയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് വെച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു ഉയർച്ച, കാരണം യൂറോപ്യൻ ബ്രാൻഡായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വസ്തുക്കളോടൊരു ഭ്രമം ജനങ്ങൾക്ക് വരുമല്ലോ. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ നിർമ്മിക്കുന്ന വസ്തുക്കളോട് പിടിച്ചു നിൽക്കാൻ പലപ്പോഴും USSRന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ദെൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾക്ക് പകരം കുറച്ചും കൂടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഭരണം, ജനാധിപത്യ രീതിയിലുള്ള മറ്റ് ഭരണകൂടങ്ങൾ വരണം എന്നുള്ള ആശയം ആ കാലഘട്ടത്തിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ലോകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കാരണങ്ങൾ കൊണ്ടും, പൊളിറ്റിക്കൽ കാരണങ്ങൾ കൊണ്ടും, സാമ്പത്തികമായിട്ട് മാറ്റം എന്നുള്ള കാരണങ്ങൾ കൊണ്ടും, പിന്നെ ഈ ഗ്ലാസ് നോട്ട് എന്ന് പറഞ്ഞ ഗോർബച്ചേവിന്റെ പദ്ധതി പ്രകാരമൊക്കെ ഒരുപാട് സ്റ്റാലിൻ വിരുദ്ധ വികാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സും ഒക്കെ കൂടിയാണ് USSRന്റെ തകർച്ചയ്ക്ക് കാരണമായത്. ലോകത്തെ തന്നെ നിയന്ത്രിച്ചിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ശക്തികളിലൊന്നായി USSയും USSRും USSR അങ്ങനെ ഒരു പ്രധാന ശക്തി അല്ലാതാകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. എന്നാൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ചൈന. ചൈന എന്ന് പറഞ്ഞ രാജ്യം ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും അത്ഭുതകരമായിട്ട് സാമ്പത്തിക രംഗം ഉയർത്തുകയും ഒരു ഉയർന്ന ശക്തിയായിട്ട്, ഒരു പ്രധാന ശക്തിയായിട്ട് മാറുകയും ചെയ്ത ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ഇന്ത്യയൊക്കെ പോലെ തന്നെ 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ടിൽ സ്വാതന്ത്ര്യം ലഭിക്കുകയും 20-21 നൂറ്റാണ്ടുകളിൽ ബ്രിട്ടീഷുകാരുടെ കോളനി ആയിട്ട് വാഴുകയൊക്കെ ചെയ്ത രാജ്യം തന്നെയാണ് ചൈനയും. 1949 USSRന്റെ സഹായത്തോട് കൂടിയിട്ടും അതുപോലെ തന്നെ USA അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ പിടിച്ചു നിന്ന കലാപം നടത്തിയ ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. 1949 മാവോ സേതുങ് ആണ് ചൈനയെ പുനഃസ്ഥാപിക്കുന്നത്. 1949 ചൈനയെ പുനഃസ്ഥാപിക്കുന്നത് മാവോ സേതുങ് ആണ്. മാവോ സേതുങ് ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ML
CPIML എന്ന് പറയും, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തത്വങ്ങൾ ഫോളോ ചെയ്യുന്ന ആളാണ് മാവോ എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ പദ്ധതികളെ മാവോയിസം എന്ന് തന്നെ അറിയപ്പെടുകയും ചെയ്തു. അപ്പം മാർക്സിന്റെ തത്വങ്ങളും ലെനിന്റെ നടപ്പിലാക്കൽ രീതിയും രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിന്റെ എക്കോണമി എന്ന് പറയുമ്പോൾ ചെറിയ ഫാമുകളിൽ നിന്ന് വലിയ പ്രൈവറ്റ് ഫാമുകളിലാക്കി മാറ്റുന്ന ഒരു രീതിയാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ ഫാമുകളിൽ നിന്ന് വലിയ പ്രൈവറ്റ് ഫാമുകൾ ഉണ്ടാക്കിയെടുക്കുന്ന രീതി ഉണ്ടായി. കർഷകർക്ക് ഭൂമി വിതരണം ചെയ്തു. അദ്ദേഹം കർഷകരെ നന്നായി പരിഗണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എക്കോണമി തന്നെ അദ്ദേഹം കൊണ്ടുവന്നതും പിന്നീട് ചൈനയിൽ മൊത്തത്തിലും കർഷകർക്ക് ഒരുപാട് പ്രാധാന്യം നൽകുകയും കർഷകർക്ക് ഭൂമി വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ യുദ്ധങ്ങളിൽ നിന്നെല്ലാം ചൈനയെ മോചിപ്പിച്ചിട്ട് അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ രംഗം, സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം ഇല്ലാതാക്കി, സയൻസ് ആൻഡ് ടെക്നോളജി വർദ്ധിപ്പിച്ചു. ചൈന പെട്ടെന്ന് തന്നെ ശാസ്ത്രരംഗത്ത് കുതിച്ചൊരു രാജ്യമായിരുന്നു. ദെൻ കമ്മ്യൂണിക്കേഷൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ അതൊക്കെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ എക്കോണമി എന്ന് പറയുന്നത് ഒരു നേടി നിൽക്കുന്ന രീതിയിലേക്ക് മാറി. കർഷകരുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്നുണ്ടായിരുന്നു അവിടെ. ദെൻ അവിടെ ഉള്ള മറ്റൊരു പദ്ധതി 100 ഫ്ലവർ ക്യാമ്പയിൻ എന്നറിയപ്പെട്ട ഒരു പദ്ധതി, 100 ഫ്ലവർ ക്യാമ്പയിൻ. അതായത് സാമ്പത്തിക രംഗത്ത് ടെക്നീഷ്യന്മാർക്കും എഞ്ചിനീയർമാർക്കും കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയാണ് ഈ ഒരു പദ്ധതി പ്രകാരം ഉണ്ടാവുന്നത്. അവർക്ക് കൂടുതൽ സാധ്യതകൾ നൽകി. അതാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വളർച്ച ചൈന പെട്ടെന്ന് തന്നെ നടത്തി എന്നുള്ളത്. അപ്പോൾ ഈ ടെക്നീഷ്യൻസിനും എഞ്ചിനീയേഴ്സിനും കൂടുതൽ അവസരങ്ങൾ നൽകുകയും കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു പദ്ധതി ഇതിലൂടെ നടപ്പിലാക്കുകയും ചെയ്തു. അതായത് ഓപ്പൺ ഡിസ്കഷൻസ്, ആളുകൾക്ക് അഭിപ്രായങ്ങൾ പറയാനും കാര്യങ്ങൾക്ക് ഓപ്പൺ ഡിസ്കഷൻസ് അദ്ദേഹം ഈ ഒരു പദ്ധതിയിൽ നടത്തി. ദെൻ 1958 സോഷ്യലിസത്തിന്റെ ഗുണങ്ങൾ, സോഷ്യലിസം എങ്ങനെയൊക്കെ ഗുണകരമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ വേണ്ടി പ്രചരണങ്ങളും നടത്തിയിട്ടുണ്ട്. അതായത് ആ സമയത്ത് സോഷ്യലിസ്റ്റ് ആശയങ്ങളിലൂടെയാണ് ചൈന വളരുന്നതെങ്കിലും അതിനെതിരെയുള്ള അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ആവശ്യകത കൃത്യമായി പ്രചരിക്കണമെന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യകത പ്രചരിപ്പിക്കാൻ സോഷ്യലിസം എന്ന് പറയുന്ന ആശയം തന്നെ വിദ്യാഭ്യാസത്തിലൂടെ പ്രചരിപ്പിക്കുന്ന സിസ്റ്റം അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. അതാണ് 100 ഫ്ലവർ ക്യാമ്പയിൻസ് എന്ന് പറയുന്നത്. എന്താണ് അദ്ദേഹം നടത്തിയ ക്യാമ്പയിൻ ആയിരുന്നു 100 ഫ്ലവർ ക്യാമ്പയിൻ. സാമ്പത്തിക രംഗത്തുള്ള ഉയർച്ച, ടെക്നീഷ്യൻസിൻ്റെയും എഞ്ചിനീയേഴ്സിൻ്റെയും ഒക്കെ ഉയർച്ച, ദെൻ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിന്റെ പ്രാധാന്യം, സോഷ്യലിസത്തിന്റെ പ്രാധാന്യം, ഇതൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ക്യാമ്പയിൻ നടത്തിയത്. ദെൻ ചൈനയുടെ ഈ ഒരു കുതിപ്പിനെ പെട്ടെന്ന് തന്നെ സാമ്പത്തിക രംഗത്ത് ചൈന ഉയർന്നു വന്നു. നമുക്ക് ഇന്ന് കണ്ടറിയാം ചൈനയുടെ ഒരു ശക്തി നമ്മൾ അറിയാവുന്ന ഒന്നാണ്. കണ്ടംപററി വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്നൊരു വലിയ രാജ്യം തന്നെയാണ് ചൈന എന്ന് പറയുന്നത്. അപ്പോൾ ചൈനയുടെ ഈ ഒരു കുതിപ്പിനെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു കുതിച്ചുചാട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ചൈന കുതിച്ചു ചാടുന്ന എവിടേക്കാണ്? ഇൻഡസ്ട്രിയൽ മേഖലയിലും എഗ്രേറിയൻ മേഖലയിലും, ബോത്ത് ഇൻഡസ്ട്രിയൽ ആൻഡ് എഗ്രേറിയൻ സെക്ടർ ചൈന കൊണ്ടുപോയിട്ടുണ്ട്. ഒരുമിച്ച് അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇത് മാവോന്റെ കാലത്താണ് നമ്മൾ പറയുന്നത്. 75,000 ആളുകൾ അടങ്ങുന്ന ഓരോ യൂണിറ്റുകൾ രൂപീകരിച്ചു. ഈ 75,000 ആളുകൾ അടങ്ങുന്ന ഓരോ യൂണിറ്റ് രൂപീകരിച്ച് അതിന് ഓരോ യൂണിറ്റിനെയും പല ടീമുകളാക്കി തിരിച്ചിട്ട് ആ പല ടീമുകളെയും പല പല പ്രവൃത്തികൾക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഫാക്ടറികളിൽ, ഫാമുകളിൽ തുടങ്ങിയ സംരംഭങ്ങളിലൊക്കെ, ഇൻഡസ്ട്രിയൽ സംരംഭങ്ങളിലും അതേപോലെ തന്നെ കാർഷിക മേഖലയിലും. അപ്പോൾ പല മേഖലകൾ, അപ്പോൾ ഒരു 75,000 ആളുകളുടെ യൂണിറ്റ് ഉണ്ടാക്കി ആ യൂണിറ്റിലെ ആളുകളെ പല ഗ്രൂപ്പുകളാക്കി തിരിച്ചുകൊണ്ട് പല മേഖലകളിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട്, ഫാമിൽ, എഗ്രേറിയൻ സെക്ടറിൽ, ഇൻഡസ്ട്രീസിൽ, ഫാക്ടറികളിൽ, അങ്ങനെ പല പല മേഖലകളിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ലാഭം നേടുന്നൊരു സ്ഥിതി, ലാഭം നേടുകയാണ് ചെയ്തത്. ഇനി ഈ ലാഭം, പ്രോഫിറ്റ് നേടുക എന്ന് പറഞ്ഞാൽ ഈ ലാഭത്തിൻ്റെ ഒരു ഷെയർ, ലാഭത്തിൻ്റെ ഒരു വീതം അവിടെ പണിയെടുത്ത ഫാമിലികൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫാമിലിക്കും ലാഭത്തിൻ്റെ ഒരു വീതം ലഭിക്കുന്ന ഒരു സ്ഥിതിയും അവിടെ ഉണ്ടായിരുന്നു. അപ്പം എന്തായി? അവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ടൊരു എന്താ പറയുക, അവരൊരു ലാഭം അവർക്ക് ലഭിക്കുകയാണ്. അവർക്ക് നഷ്ടമുണ്ടാകുന്നില്ല. അവർ തൊഴിലെടുക്കുന്നുണ്ട്, അവർക്ക് ഒരു ലാഭം ലഭിക്കുന്നുണ്ട്. അത്തരത്തിലൊരു രീതി അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട് മാവോ. ദെൻ അടുത്തൊന്ന്, വ്യവസായങ്ങളിൽ ചെറുതും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ, റോഡുകൾ, കനാലുകൾ, ഡാമുകൾ, അങ്ങനത്തെ ഒരുപാട് പദ്ധതികൾ, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വർക്കുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. വ്യവസായങ്ങളെയും കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ, ഡാം, അതുപോലെ തന്നെ എന്തൊക്കെയാണ്, കനാലുകൾ, ദെൻ റോഡുകൾ, ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിലും ചൈന ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ആൻഡ് എഗ്രേറിയൻ മേഖല ഒരേപോലെ പ്രവർത്തിക്കുകയും ഉയരുകയും ജനങ്ങൾക്ക് അതിൻ്റെ
ഗുണങ്ങൾ കൃത്യമായി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് മാവോന്റെ ഭരണകാലത്ത്. ഇതായിരുന്നു മാവോ സേ തുങ് ചൈനയിൽ ഇങ്ങനെയാണ് റീബിൽഡ് ചെയ്തുകൊണ്ട് വന്നത്. ദെൻ പിന്നെ മാവോന്റെ ഭരണപരിഷ്കാരത്തിൽ ഒരുപാട് പോരായ്മകളൊക്കെ വന്നിട്ടുണ്ട്. അത് മാവോ സേ തുങ്ങിന്റെ ഒരു ചരിത്രം ഒരുപാട് അറിയാം, നമുക്ക് വായിക്കാൻ പറ്റുകയാണെങ്കിൽ ആ ബുക്സ് എടുത്ത് വായിക്കാം. അപ്പം മാവോ സേ തുങ്ങിന്റെ ഭരണത്തിലെ പോരായ്മകളും അറിയാൻ പറ്റും. അതിനുശേഷം മാവോന്റെ മരണത്തിന് ശേഷം അധികാരത്തിനായിട്ടുള്ള മത്സരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദെങ്, ഹ്യൂയാഹോങ്, ഷാവോ ഷിയോങ് തുടങ്ങിയ ഒരുപാട് പേര് അധികാരത്തിന് വേണ്ടിയിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരികയും തർക്കങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ചൈന എന്ന് പറഞ്ഞൊരു ഏകീകൃത കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് ഉണ്ടായത്. 1984 ആകുമ്പോഴേക്കും തന്നെ ചൈന വാണിജ്യ രംഗത്ത് റെക്കോർഡ് നേട്ടം നേടുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ USSR, ആ സമയത്ത് USA ഉണ്ടായിരുന്നു, USSRും അന്ന് ഒരു ശക്തിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ദെൻ ചൈന അതിനോടൊപ്പം തന്നെ എത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ 1990 തന്നെ ചൈനയുടെ സാമ്പത്തിക രംഗം അടിത്തറ വളരെ ഉറപ്പുള്ളതായിട്ടും ചൈനീസ് പ്രൊഡക്ട്സ് ലോകം മൊത്തം എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ എവിടെ നോക്കിയാലും ചൈനയുടെ പ്രൊഡക്ട്സ് ആണ്, അല്ലെ, മേഡ് ഇൻ ചൈന. അപ്പോൾ ആ രീതിയിലേക്ക് ഇതിൻ്റെ കൂടെ ഈ ഒരു ചൈനയുടെ കുതിപ്പിൽ ചൈനയുടെ ചൈന ഇപ്പോഴത്തെ ഒരു സ്ഥിതി കൂടെ ആഡ് ചെയ്തുകൊണ്ട് വേണം പഠിക്കാൻ. ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. പക്ഷെ കണ്ടംപററി ചൈനയും കൂടെ അറിഞ്ഞിരിക്കണം, അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു ടോപ്പിക്കിൽ. അപ്പോൾ ഇത്രയാണ് USSR ആൻഡ് ചൈന എന്ന് പറയുന്ന ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ വലിയൊരു ടോപ്പിക്കാണ്. അതിൽ വളരെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളൂ. അപ്പം USSRന്റെ വളർച്ചയും തകർച്ചയും, ലെനിൻ മുതൽ ഗോർബച്ചേവ് വരെ, ദെൻ ചൈനയിൽ മാവോ സേ തുങ്ങിന്റെ പരിഷ്കാരങ്ങളും അതിനുശേഷം വന്ന മാറ്റങ്ങളും. ഇത്രയാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.